മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന നന്മ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ ചില നല്ല ഓർമ്മപ്പെടുത്തലുകളാണല്ലേ ഓലമേഞ്ഞ ഇത്തരം കുഞ്ഞു ചായക്കടകൾ. നാട്ടിലുള്ള നമ്മളെക്കാളും ഇതൊക്കെ മിസ് ചെയ്യുന്നത് പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങൾക്കാകും അല്ലേ? നാട്ടുകാരുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ട ഒരു രുചിയുടെയാണ് കേട്ടോ. അപ്പമാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ. അപ്പവും ദോശയുമാണ് രാവിലെ ഉണ്ടാകുക. പക്ഷെ ഈ അപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ വരുന്നത് കേട്ടോ. ഇത് അഷ്റഫിക്ക. പശുവളത്തിലും കൃഷിയുമൊക്കെയായി വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. ഈ ഇക്കയും സീലത്തെയും കൂടിയാണ് കേട്ടോ 3 തലമുറ കൈമാറി വന്ന ഈ രുചിയിടം ഇപ്പോൾ നടത്തുന്നത്. പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് ഒരു ദിവസം ഈ ഓലയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു കട കണ്ടിട്ട് ചായ കുടിക്കാൻ കയറിയതാണ്. അങ്ങനെയാണ് ഇത്തയെ പരിചയപ്പെടുന്നതും അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയി. ഇന്ന് ഈ കടയിൽ ഭക്ഷണം കഴിക്കാനും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് കേട്ടോ. ഞായറാഴ്ച ദിവസവും ഈ കടയുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരു രുചിയിടമാണ്. ഇതാ ഈ അമ്മ കഴിച്ചിട്ട് പോവാണോ? നല്ല ചൂടോടെ നമുക്ക് അപ്പം ചുട്ട് തരാണ്. അതിന്റെ മേളിലേക്ക് ചമ്മന്തി ഒഴിച്ച് അതേ കുതിർത്ത് കഴിക്കുമ്പോണ്ടല്ലോ, ആഹാ കഴിച്ചു നോക്കാം. കുതിർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ 2025-ലും വെറും 6 രൂപയ്ക്കാണ് ഇങ്ങനെ ചൂടോടെ ഇവിടെ അപ്പം ചുട്ട് നൽകുന്നത്. വെറുതെ അല്ല കേട്ടോ ആളുകൾ ഇത്രയും ദൂരെ നിന്ന് വരുന്നത്. നല്ല അസല് ചമ്മന്തിയും അസല് പാലപ്പവും കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണല്ലോ. ഇത്രയും ദൂരെ നിന്നൊക്കെ എന്തിനാ ആളുകൾ വരുന്നതെന്ന് ഓർത്തേ. നല്ല സ്വാദ് കേട്ടോ. ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ വന്നത്. ഞായറാഴ്ച പോലും രാവിലെ ഭയങ്കര തിരക്കാണ്. രാവിലെ 4:30 തുറക്കുന്നതാണ് ഈ കട കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ സ്വാദ് എത്രയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാലോ. അപ്പൊ നല്ല ചൂടപ്പവും ചമ്മന്തിയും പപ്പടവും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോരെ. ഒറിജിനല് പശുമ്പാലാണ്. രാവിലെ 5 മണിക്ക് ഇവിടെ ചായ, അത് കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ പശുവിനെ കറന്ന് കൊണ്ടുവന്ന് 2 മണിയാകുമ്പോൾ ചായ. ഈ പ്രായത്തിലും ഇവർക്കൊക്കെ ഇങ്ങനെ ഒത്തുകൂടി സൗഹൃദം പങ്കിടാനും തമാശകൾ പറയുവാനും ഒക്കെയുള്ള ഒരു രുചിയിടം കൂടിയാണ് അഷ്റഫിക്കയുടെ ഈ ചായക്കട. നഗരത്തിലെ വലിയ വലിയ രുചിയിടങ്ങളിൽ നിന്നൊന്നും ലഭിക്കാത്ത ഒരുപാട് നല്ല നിമിഷങ്ങൾ നമുക്കിവിടെ നിന്ന് കിട്ടും. ശരിക്കും ഒരുപാട് നല്ല ഓർമ്മകളാണ് കേട്ടോ ഇന്നത്തെ രുചിവിശേഷം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. ഈ ഭക്ഷണത്തിന്റെ സ്വാദായാലും ശരി, ഈ ഇങ്ങനെയുള്ള നന്മയുള്ള ഒരുപാട് ആളുകളുമായിട്ട് പങ്കുവെക്കുന്ന അനുഭവം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭക്ഷണത്തിന്റെ സ്വാദിനേക്കാളൊക്കെ മുകളിലാണ്. തിരുവനന്തപുരത്ത് ആര്യനാട് വിതുര റോഡിൽ വിനോബ നികേതൻ ജംഗ്ഷനിലാണ് ഈ മനോഹരമായ ചായക്കട. ഫ്രഷ് ഫുഡാണ്, മായം ചേർക്കാത്ത തനി നാടൻ സാധനം. ധൈര്യമായിട്ട് വന്ന് കഴിക്കാം. ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ആഹാരം കഴിച്ചിരുന്ന മുൻ തലമുറയിലുള്ള ആൾക്കാരുടെ പിൻഗാമികളാണത്. ഒരു പാരമ്പര്യമായിട്ട് ചായക്കട നടത്തിയിരുന്നവരാണ്. ഇപ്പം അവരുടെ ഒരു 3ാമത്തെ തലമുറയാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. പിന്നെ കാണുമ്പോൾ ആഡംബരമൊന്നും ഇല്ലെങ്കിലും കിട്ടുന്ന ആഹാരം ശുദ്ധിയുള്ളതും വൃത്തിയുള്ളതും രുചിയുള്ളതുമായിരിക്കും.